നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാ. കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവൻ ഉദിക്കുന്നു. നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. തെളിവായ എന്നുടെ നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ബ്രദരെല്ലാരും പിന്നെ വിളങ്ങും വദനമൊടുണരാൻ വരമരുവേണം.
രക്ഷനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധിയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കാനുമേ, നീതിമാന്മാരെ സ്വർഗീയമനവയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണം. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരെ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ,
പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല പകരം എരിവോടെ പ്രാർത്ഥിക്കാം നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല പകരം എരിവോടെ പ്രാർത്ഥിക്കാം പ്രിയമോടെന്നെ ഓർക്കൂ
രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ, ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ, ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ. പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ. പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ
സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ, സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പ്രിയമോടെന്നെ ഓർത്തിടണമേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. നിന്റെ തൂമുഖം കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. നിന്റെ തൂമുഖം കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി തന്നെയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം നിന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമേടന്തിമൊരു നാളിൽ കർത്താവെ നീ അണിയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല നിരത്തു വലംഭാഗേ കർത്താവിനെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മകനായുസ്സും. കീർത്തനങ്ങൾ പാടും മൃഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ
ശരീരവും അറിയോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യമിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു. പരിശുദ്ധാത്മാവിനും പുത്രൻ റൂഹായെ മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്ന് വിധിക്കല്ലേ. കാലത്തേക്ക് ദേവാലയത്തിലെ ശുശ്രൂഷ, ദേവാലയ ഗാനം ആലപിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ അനുസ്മരിച്ച് ഓർക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവം നിത്യാശ്വാസം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒഫീസിൽ ചെല്ലുന്നതായ കഴിക്കാൻ പാടുന്നതായ അടുത്ത ഗാനം കൊച്ചത്തിയേട്ടിന് ഒരു ആദരാഞ്ജലിയായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. കൈക്കൊള്ളണമേ വിശ്വാസമുടെ ദാസജയോ ബലിയന്നാഥ വിശ്വാസമോടെ ദാസർച്ചയും ബലിയനാഥ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ
കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ മക്കളാവുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ കൃഷികളയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തേക്ക് ഞങ്ങളീ സഹോദരൻ വെച്ചേപ്പേരിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ. സംസ്കാര ശുശ്രൂഷകൾ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. കഴിയുന്നത്ര നിശബ്ദതയോടുകൂടി ഈ സംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കുപറ്റും. ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന പനിനീര് ഇപ്പോൾ ലഭിക്കുകയാണ്. അത് കഴിഞ്ഞ് ചന്ദനത്തിലൂടെ അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധ ദൈവങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മത്സ്യങ്ങളിൽ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മത്സരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നിക്ഷേപം കൂട്ടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മത്സരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിടയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവന ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലയിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളേ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അന്തിമ ദിവസമുയർത്തേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത ഉണരുന്നു. ക്ഷയമുള്ളോന് ക്ഷയരാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും
മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരുത്തുവരം ആകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാകിയുടെ സത്യത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിരീക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. ഞാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചേപ്പ് സാർ എന്ന് അറിയപ്പെടുന്ന EC ജോസഫ് ഏതാണ്ട് 83 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യയോടും മക്കളോടും വീടിനോടും നാട്ടുകാരോടും എല്ലാം വിട പറഞ്ഞ് നമ്മളുടെ ദൃശ്യമായ കണ്ണുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ദിവസത്തിൽ ആയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊച്ചേപ്പ് സാറിനെ യാത്രയാക്കുന്നതിനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കൽ നിത്യശാന്തി കിട്ടുന്നതിനും അങ്ങനെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സങ്കടകരമായ ഈ വേർപാടിൻ്റെ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വീട്ടുകാർക്കും ഉള്ള ദുഃഖം വളരെ ശക്തമാണ്. ഈ ദുഃഖത്തിൻ്റെ ഈ തളം കെട്ടി നിൽക്കുന്ന ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് ഈ കൊച്ചേപ്പ് സാറിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും പ്രത്യേകമായി അറിയിക്കുകയാണ്. 90-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്: മനുഷ്യന്റെ ആയുസ് 70 വയസ്സ്, ഏറിയാൽ 80 വയസ്സ് എന്ന്. മാനുഷികമായി നോക്കിയാൽ 80 വയസ്സ് തീരെ മോശമല്ലാത്ത ഒരു പ്രായമാണ്. ഏതാണ്ട് 80 വയസ്സ് കാലഘട്ടത്തോളം ഈ ഭൂമിയിൽ കൊച്ചേപ്പ് സാറ് ജീവിച്ചു. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപോവുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ അവസാന യാത്ര പറയുന്ന ഈ അവസരത്തിൽ നമ്മളുടെ ചിന്തകൾ ഉയരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യരെ എല്ലാവരും ഈ ഭൂമിയിൽ കാര്യസ്ഥരാണ്, ഉടമസ്ഥർ അല്ല.
ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത് ഒരു കാര്യസ്ഥന്റെ റോളിലാണ്. ഉടമസ്ഥൻ ആണ് എങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ മേൽ യജമാനത്വം നമ്മൾക്ക് പുലർത്താൻ സാധിക്കും. കാര്യസ്ഥനാകട്ടെ യജമാനന് വേണ്ടി ജോലി ചെയ്യുന്നവനാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം കാര്യസ്ഥൻ എന്ന നിലയിലാണ് ജോലി ചെയ്യേണ്ടത്. യജമാനൻ ദൈവം. ആ യജമാനന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളും ഉത്തരവാദിത്വങ്ങളും യജമാനന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന ചിന്തയോടുകൂടി നാം നിർവഹിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിലുള്ള ഒരു കാര്യസ്ഥനായിട്ട് മാറുക. കർത്താവ് കാര്യസ്ഥന്മാരുടെ ഉപമ പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിച്ച കാര്യസ്ഥനോട് പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഏതൊരു വ്യക്തിയും ഈ ഭൂമി വിട്ടു പോകുമ്പോൾ യജമാനിൽ നിന്നും ഇത് കേൾക്കുന്നത് എത്രയോ സന്തോഷകരമാണ്. നീ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. കൊച്ചേപ്പ് സാറ് ഈ ദൗത്യവുമായി ഈ ഭൂമിയിൽ 84 വർഷത്തോളം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു കാര്യസ്ഥന്റേതായിരുന്നോ എന്ന് വിധിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. അത് ദൈവമാണ് നടത്തേണ്ടത്. അത് നാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. എങ്കിലും മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ജോലി ചെയ്ത അതിലെ അധ്യാപകൻ എന്ന നിലയിൽ ജോലി ചെയ്യുകയും ഒരു വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ വീട്ടുകാരൻ എന്ന നിലയിൽ തന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തപ്പോഴെല്ലാം ഈ മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം വർത്തിക്കേണ്ടിയിരുന്നത്. വർത്തിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ദൈവമാണ് അത് വിധിക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും യജമാനൻ അല്ല എന്നുള്ള മനോഭാവത്തോടുകൂടി, മറിച്ച് ഞാൻ ഒരു കാര്യസ്ഥൻ മാത്രമാണ് എന്ന മനോഭാവത്തോടുകൂടി ചെയ്യുകയും പ്രവർത്തിക്കുകയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം ആ മനോഭാവത്തോടുകൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടുമുള്ള കടമയും ഉത്തരവാദിത്വവുമെല്ലാം ഈ കാര്യസ്ഥ മനോഭാവത്തോടുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ കരങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അദ്ദേഹം ഒരു കാര്യസ്ഥ മനോഭാവത്തോടുകൂടി താൻ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള മനോഭാവത്തോടുകൂടി അദ്ദേഹത്തിന്റെ കുട്ടികളോടും വർത്തിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം നിർവഹിച്ച് ദൈവം വിളിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു പോകുവാനായി ഇവിടെ ആയിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവം ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. മനുഷ്യൻ എന്ന നിലയിൽ പലതരത്തിലുള്ള വീഴ്ചകളിലൂടെയും കുറവുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വീഴ്ചകളിലും കുറവുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ശരണം വയ്ക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ കരുണയിലാണ്. ദൈവം കരുണാമയനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യത്തിനായി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊച്ചേപ്പ് സാറ് ഇന്ന് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ കൊച്ചേപ്പ് സാറിന്റെ ജീവിതത്തെയും നാം ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് വിടുകയാണ്. ദൈവം കൊച്ചേപ്പ് സാറിന്റെ മേൽ കരുണയായിരിക്കണമേ എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ പരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരുണയോടുകൂടി അദ്ദേഹം ഈ കൊച്ചേപ്പ് സാറിന്റെ മേൽ കരുണ വർഷിക്കണമേ എന്നും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ ചെന്നപ്പോൾ മർത്തായും മറിയവും പറഞ്ഞു, എന്റെ സഹോദരനായ ലാസർ മരിച്ചിട്ട് ദിവസങ്ങളായി എന്ന്. ഈശോ മർത്തായോടും മറിയത്തോടും പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, അവൻ ജീവിക്കുമെന്ന്. ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നാം കൊച്ചേപ്പ് സാറിനെ സമർപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ്. കർത്താവിന്റെ കൂദാശകള് എല്ലാം സ്വീകരിച്ച് കർത്താവുമായിട്ടുള്ള ഐക്യത്തിൽ ജീവിച്ച കൊച്ചേപ്പ് സാറിന് കർത്താവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കരുണ നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നാം എല്ലാവരും വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്.
കരുണാമയനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ജീവിക്കുമെന്നാണ്, അവർ മരിച്ചാലും ജീവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ആയതിനാല് കർത്താവിലുള്ള ഈ വിശ്വാസത്തിൽ ജീവിക്കുകയും കർത്താവിലുള്ള ഈ വിശ്വാസത്തിൽ മരിച്ച് ഈ പ്രത്യാശയോടുകൂടി നല്ല വേഷവിധാനങ്ങളെല്ലാം ധരിച്ച് പുറപ്പെടുവാനായി കാത്തിരിക്കുന്ന കൊച്ചേപ്പ് സാറിനെ നമുക്കും യാത്രയാക്കാം. ദൈവം കരുണാമയനാണ്, ദൈവം സ്നേഹസമ്പന്നനാണ്. ദൈവത്തിന്റെ കരുണയിലേക്ക്, യഥാർത്ഥത്തിലുള്ള യജമാനനായ ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് കൊച്ചേപ്പ് സാറിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഈ ഭവനത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങളെയെല്ലാം നന്ദിയോടുകൂടി അനുസ്മരിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയും 5 മക്കളെയും അദ്ദേഹം നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ കടമകളെല്ലാം ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്ത് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ദേഹവിയോഗത്തിൽ നാം അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിന് ചുറ്റുമായിരിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളതും ഇത് തന്നെയാണ്. അദ്ദേഹം കാണിച്ച സ്നേഹവും അദ്ദേഹം ചെയ്തിട്ടുള്ള സ്നേഹത്തിന്റെ സേവനത്തിൻ്റെതുമായ പാഠങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ പച്ചകടാതെ നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ജീവിതത്തെ എപ്പോഴും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ സങ്കടപ്പെടുന്ന മക്കളെയും ഭാര്യയെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷകൾ നമുക്ക് തുടരുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെതിരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തിന്റെ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അനുഗ്രഹിക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാൾ തോർമുഖമർത്യായേ, കൂടെ പോലും നിൻ ജീവിത ചെയ്തികള് സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീളുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിറങ്ങും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്ക്
എനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ
ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമരികർക്കും ജീവനമതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ
ജീവിതകാലത്ത് സംഘത്തിനെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യനെ അർപ്പിക്കുകയും നല്ലവർക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്തായ മാതാവായ കനികാമൃത പ്രാർത്ഥനയാലും മിശിഹായോട് ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്താൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മുഖത്തമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് പേരിൽ അറിയപ്പെടുന്ന ജനാലിലെ ജോസഫ് സാർ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനായിട്ട് ഇവിടെ വന്നുചേരുന്ന എല്ലാ ദൈവജനത്തിനും നന്ദിയുടെ ഒരു വാക്ക് പറയുവാനായിട്ടാണ് ഞാൻ നിൽക്കുക. അദ്ദേഹം അധ്യാപകനായിരുന്നു. അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുന്ന ഒരു സാറായിരുന്നു. അദ്ദേഹം മാല സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ മാലപ്പള്ളിയിൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭകാലത്തിൽ വികാരിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് മാറുമ്പോഴും അദ്ദേഹം അവിടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരണകാലം മുഴുവൻ അവിടെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒത്തുപേർക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം ലഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ശിക്ഷണം ലഭിച്ചിട്ടുള്ള പല ആളുകളും ഇവിടെ ഈ സമൂഹത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും ബിഷപ്പ് സാറ് നല്ല ഒരു മനുഷ്യനായിട്ട് അധ്യാപകനായിട്ട് ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ കണക്കാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയോടും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഉള്ള ആദരവ് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടാണ് നമ്മളൊക്കെ എല്ലാവരോടും ഒന്നുചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ അദ്ദേഹവുമായിട്ട് പലതരത്തിലും ബന്ധപ്പെട്ടവരും പരിചയമുള്ളവരുമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നുചേരിക്കുന്നതായ ആളുകളും ഓരോ തരത്തിലുള്ള മറ്റു വിധത്തിൽ ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. മരണശേഷം ഉയർപ്പിച്ച് അക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പോലെ ജീവിതത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ഈ വഴി ഞാൻ തിരികെ വരില്ല, ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴി ഞാൻ തിരികെ വരില്ല, ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര. ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ.
ഞങ്ങൾക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുക ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിഷമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിഷ്ണു നൽകേണ്ടായി കബറിടം നീ ഭൗതീകരിക്കണേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർത്തിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഊദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, നീ അടയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല സ്വരം പാടിയേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതരായുസ്സും. പാടും മൃതരാമരുടെ പാപങ്ങൾ മൈക്കണമേ നിന്നുടയാതെ. മാമോദീസാവഴയങ്ങേ സുതരാമവരം നോക്കണമേ. ആനന്ദിക്കും കർത്താവേ, ശോണിതവും ദീർഘശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സൂക്ഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുമ്പോ കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുമ്പോ ആദ്യമുതലെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതരാമെന്നിൽ കലിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീങ്ങുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. ആമേനാമെന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശദീകരിക്കണമേ. മലയാളോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇവരെ ഇതാക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര ും അവർക്ക് വ്യത്യാസപ്രദമായ കർത്താവെ നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. അറിയച്ചവനായി ചില മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊഴു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായ ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേന്റെ പാവങ്ങൾ കഴിക്കണമേ പരിശുദ്ധ സ്തുതി. ദൈവമേന്റെ പാവങ്ങൾ കഴിക്കണമേ പരിശുദ്ധവരെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കണമേ, ജീവിക്കുന്നത് യാവരും പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ നല്ലവടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനായും തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി ദുർഗരാജ്യമാകുന്ന ഓശ്രയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിനെ ഞങ്ങൾക്ക് അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുവാനാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളെയും നിതാവന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളെ
അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കര
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും